മലയാള സിനിമയിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി. ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരാരുമില്ല മക്കളെ, മടങ്ങിപ്പോ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തം ചന്തു. മാറ്റഞ്ചുരു ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. അങ്കത്തളർച്ചോട് മടിയിൽ വീണ വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ ദണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. പിന്നെ കൊടിഞ്ചതികൾ എന്തൊക്കെ പറഞ്ഞു നടക്കുന്നു മക്കളെ. ആ പാണർ നിങ്ങളുടെ നാട്ടിൽ. നിങ്ങൾക്ക് പോകാം. ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പറഞ്ഞവരാരുമില്ല. മടങ്ങിപ്പോ, മടങ്ങിപ്പോ. ചന്തുവായിട്ട് നമ്മുടെ മോഹൻലാൽ വന്നാലോ? എന്താ ഇത്? അയ്യേ, ഓക്കെ 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 ഓക്കെ. ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പറഞ്ഞവരാരുമില്ല. മക്കളെ മടങ്ങിപ്പോ. ഓക്കെ 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 ഓക്കെ. ശബ്ദങ്ങളുടെ മായാലോകത്ത് വിസ്മയങ്ങൾ തീർക്കുന്നവരാണ്. അവരെന്റെ സ്വരത്തെ സ്വന്തം ശ്വാസമാക്കി മാറ്റുന്ന കലയുടെ ഉപാസകൻ. കലയെ നെഞ്ചോട് ചേർത്തിപ്പിച്ച ജിമ്മി തിരഞ്ഞറ എന്ന പ്രതിഭയുടെ ശബ്ദവൈവിധ്യങ്ങൾ. മലയാള സിനിമയിലെ തിലകൻ. ചന്തുവിനെ തോൽപ്പിക്കാൻ ആടായി പറഞ്ഞവരാരുമില്ല. ഏറിപ്പോടാ. ശ്രീ പ്രേം നസീർ. ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പറഞ്ഞവരാരുമില്ല. അമ്മേ, അമ്മഹമായി എനിക്ക് ശക്തി പകരും അമ്മേ. ചന്തു, ആ നിനക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല. മടങ്ങിപ്പോ, മടങ്ങിപ്പോ. മലയാള സിനിമയിലെ അനുസ്വനായ ജയൻ. ചന്തു, നിനക്കെന്നെ തോൽപ്പിക്കാൻ ആവില്ല. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലുന്നത് 16 പൊൻപണം കൊടുത്തത് ഞാനാണ്. മടങ്ങിപ്പോ. മടങ്ങിപ്പോയില്ലെങ്കിൽ നിന്നെ കൊണ്ടേ ഞാനിവിടെ നിന്ന് മടങ്ങും. വരട്ടെ? ഓക്കെ. മറ്റൊരാളാകാൻ എളുപ്പമാണ്. എന്നാൽ മറ്റൊരാളുടെ ആത്മാവിനെ സ്വന്തം ശബ്ദത്തിലൂടെ ആവിഷ്കരിക്കുക എന്നത് ഒരു തപസ്യയാണ്. ആ തപസ്യയിൽ വിജയിച്ച കലാകാരൻ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ജിമ്മി തന്റെ ചൈത്രയാത്ര തുടരുകയാണ്. ശ്രീ KP ഉമ്മർ. ശാരദേ, പയ്യുമ്പുള്ളിത്തറ വീട്ടിൽ ചുരുകെ നീ എല്ലാം കൂടെ അടിച്ചു കളഞ്ഞു. നിന്നെ ഞാൻ ബലാത്സംഗം ചെയ്യും. ചന്തുവിനെ തോൽപ്പിച്ചില്ലെങ്കിൽ നിന്നെയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മുടങ്ങും. പക്ഷെ ഞാനിപ്പോൾ പോകുകയാണ്. പക്ഷെ ഞാൻ നിന്നെ തിരിച്ചു വന്നാൽ നിന്നെ കൊന്നിട്ടേ മടങ്ങൂ. ആ ആ ശ്രീ ബാലചന്ദ്രമേനൻ. ചന്തു, എനിക്ക് ചന്തുവിനെ ഇഷ്ടമാടാ. കൊച്ചിക്കള്ള, നീ എൻ്റെ എല്ലാമല്ലടാ. നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. നിനക്ക് പോകാം. എന്താ മനസ്സിലായില്ലേ? നീ എൻ്റെ കൊച്ചി കള്ളനല്ലടാ. വരണ്ടടാ. ശ്രീ NN പിള്ള. എല്ലാം ഞാൻ മറക്കണോടാ, മറക്കണോ? ഇവിടെ കണ്ടു എൻ്റെ എല്ലാം പറഞ്ഞ ലക്ഷ്മി, എൻ്റെ വീടിൻ്റെ മഹാലക്ഷ്മി ഇവിടെ പടഞ്ഞ് പടഞ്ഞ് വീണൊക്കെ മറക്കണേ. പറയണോ, പറയണോ ചന്തു, പറയാ. ശ്രീ ആലുമൂടൻ. എന്തൊരു തണുപ്പാ. ശാരദേ, 2 രൂപ തരുവോ? എനിക്ക് യൂണിയൻ തങ്ങമ്മേടൊക്കെ പോകാനാ. എനിക്കാണെങ്കിൽ അവിടെ 2 രൂപയ്ക്ക് തരും സാറേ. ഇവിടെ എലിശല്യം കാരണം ഞാനൊരു പൂച്ച വളർത്തി. പൂച്ച കാരണം ഇപ്പൊ ഇവിടെ ഇരിക്കാനും വയ്യ. വരട്ടെ. മലയാള സിനിമയിലെ കാരണവർ തിക്കുറിശി സുകുമാരൻ നായർ. എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ആ പഞ്ചാലിക്കുട്ടിയെ ഇവിടെ കെട്ടിക്കൊണ്ടുവന്ന്. നീ എല്ലാം കൂടെ അവൾ തുണി അഴിച്ച് ഒരു വഴിക്കാക്കി. ദൈവം പോലും വെറുതെ വിടത്തില്ലടാ. ദൈവം പോലും നിന്നെ വെറുതെ വിടത്തില്ല. മലയാള സിനിമയിലെ മറ്റൊരു താരം ശ്രീ ശങ്കരാടി. അവിടെ നല്ല ഒന്നാം ഒരു പറവക്കശിനെ മേടിച്ച് അന്ന് തുടങ്ങിയതാ ഈ കറവ. പേര് ഹാട് തോമ അല്ലേ? പകുതി 0. കയറിപ്പോ. ഓർമ്മകളേ ഓർമ്മകളേ കൈവള ചാർത്തി വരൂ വിമുഖമേ വേദിയിൽ
ഏതോ സുഗന്ധരാഗം ഏതോ ഗന്ധർവൻ പാടുന്നുവോ ഓർമ്മകളേ എന്നാൽ ശബ്ദാനുകരണങ്ങൾക്കപ്പുറം ഹൃദയത്തെ സ്പർശിക്കുന്ന സംഗീതത്തിന്റെ ഒരു നറുനിലാവ് ജിമ്മിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ക്യാ ഹുവാ തേരാ വാദാ വാർത്തൈ തവറിവിട്ടായ് കണ്ണമ്മ മാർവു തുടിക്കുതടി பார்த்த இடத்திலெல்லாம் உன்னை போல் பாவை தெரியுதடி മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃത ബിന്ദു. സംഗീതം ഒരു അമൃതബിന്ദുവായി പെയ്തിറങ്ങുമ്പോൾ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പുണ്യം പോലെ ഈ പ്രണയകാവ്യം ജിമ്മിയുടെ സ്വരത്തിൽ അനശ്വരമാക്കുന്നു. കലയുടെ ഈ ലാവണ്യ ലോകത്ത് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ഈ പ്രതിഭയ്ക്ക് കഴിയട്ടെ.